ഹായ് ഓൾ വെൽക്കം ടു SCRT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 166/2023 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുവാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ടാർട്രസിൻ ആണ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ രോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് വയോമധുരം പദ്ധതി. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. പപ്പായയുടെ ജന്മദേശം ഏതാണ്? പപ്പായയുടെ ജന്മദേശം അമേരിക്ക കേട്ടോ. പപ്പായയുടെ ജന്മദേശം ഏതാണ്? അമേരിക്കയാണ്. നെൽച്ചെടിയിലെ പരാഗകാരി ഏതാണ്? നെൽച്ചെടിയിലെ പരാഗകാരി ഓപ്ഷൻസ് പറയാം: ജലം, തേനീച്ച, കാറ്റ്, പൂമ്പാറ്റ. ഇതിൽ ഏതാണ് നെൽച്ചെടിയിലെ പരാഗകാരി? കാറ്റാണ്. കേരളത്തിലെ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്നാണ്? ഓഖി ദുരന്തം ഉണ്ടായത് 2017 നവംബർ 29-നാണ്. 2017 നവംബർ 29-നാണ്. ചന്ദ്രശങ്കര എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങിന്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നത്? അത് തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തെന്മലയാണ്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ കേട്ടോ. ഏതാണ്? പ്രോട്ടോൺ ആണ്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ കേട്ടോ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ആധുനിക പീരിയോഡിക് ടേബിളിലെ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അലസവാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് 18-ലാണ്. അലസവാതകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് 18-ലാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത് വാതകമാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ ആണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കുന്നത്? pH 3 കേട്ടോ. pH 3-ലാണ് കുമ്മായം ചേർക്കേണ്ടത്. ഓപ്ഷൻസ് 7, 3, 10, 14 കേട്ടോ. അതിൽ വരുന്നതാണ് 3. അസിഡിക് ആണത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് 27 3/1 ദിവസം. 27 1/3 ദിവസമാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. 27 3/1 ദിവസമാണ്. താഴെ തന്നിരിക്കുന്നതിലെ ദോലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചലനം ഏതാണ്? ദോലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചലനമാണ് ഊഞ്ഞാലിന്റെ ചലനമാണ്. ദോലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചലനം ഊഞ്ഞാലിന്റെ ചലനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് സംവഹനം കേട്ടോ. സംവഹനം. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവഹനം എന്നാണ്. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഏതാണ്? തിരുവാതിരയാണ്. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വറ്റിവരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? വറ്റിവരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴയുടേതാണ്. പാതിരാക്കൊക്കിന്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാ? പാതിരാക്കൊക്കിന്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം. പാതിരാക്കൊക്കിന്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കുമരകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലമാണ്. പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണെന്ന് ഓപ്ഷൻസ് പറയാം: സേവന നികുതി, വിനോദ നികുതി,
വ്യക്തിഗത ആദായ നികുതി, പരസ്യ നികുതി. ഇതിലേതാണ് പരോക്ഷ നികുതി അല്ലാത്തത്? വ്യക്തിഗത ആദായ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതി പ്രത്യക്ഷ നികുതിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം പരോക്ഷ നികുതിയിലാണ്. സേവന നികുതി, വിനോദ നികുതി, പരസ്യ നികുതിയൊക്കെ പരോക്ഷ നികുതിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരുവാണ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് വന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. അത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ 21A പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിറ്റൺ പ്രഭുവാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തുകയും ചെയ്ത ധീര വനിതയാണ് മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തുകയും ചെയ്ത ധീര വനിതയാണ് മാഡം ഭിക്കാജി കാമ. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിക്കപ്പെടുന്ന നദി ഏതാണ്? ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിക്കപ്പെടുന്ന നദിയാണ് നൈൽ നദി. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദ സദൻ സ്ഥാപിച്ചത് ആരാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദ സദൻ ആരംഭിച്ചത് പണ്ഡിത രമാബായിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണെന്ന് ഓപ്ഷൻസ് പറയാം. സിവിൽ നിയമലംഘന സമരം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, തെലങ്കാന സമരം. ഏതാ ആൻസർ വരുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥമാണ് നദികൾക്കിടയിലുള്ള പ്രദേശം. നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാ? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? ഒട്ടകമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകിയതാണ് ഗാന്ധിജിയാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകിയത് ഗാന്ധിജിയാണ്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് ചാന്നാർ ലഹള. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ്? ചാന്നാർ ലഹളയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതാ? തെർമോമീറ്റർ ആണ് അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണെന്ന് ഓപ്ഷൻസ് വായിക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇവയെല്ലാം ഉൾപ്പെടുന്ന കേട്ടോ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിലെ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിലെ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിലെ സ്ഫടിക മേൽക്കൂരകളിലെ കെട്ടിടങ്ങളിലെ വിളകൾ നട്ടുവളർത്തുന്ന രീതി ഏതാണ്? ഹരിതഗൃഹ കൃഷിയാണ്. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാ? ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയാണ് ശിവാജി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് റൈച്ചൂറാണ്. ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റൈച്ചൂർ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തതാരാണ്? അത് മലാല യൂസഫ്സായിയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് മലാല യൂസഫ്സായിയാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖ ഏതാണ്? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ.
ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സാഹചര്യം എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണ പിള്ളയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സാഹചര്യം എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. 1950 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 1980 കേട്ടോ, 80 ആണ്, 1980. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പൊതു താൽപര്യ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പൊതു താൽപര്യ ഹർജി. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ എത്ര മാസം വരെയാണ് നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? 3 മാസം വരെ. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് 3 മാസം വരെ നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയല്ല. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി നായർ കേട്ടോ. ഹരി നായരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? പ്രസ്താവന വായിക്കാം. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. 2005 നിയമപ്രകാരം ശരിയാണ്. പക്ഷെ അത് 2019 ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമപ്രകാരം വിവരാവകാശ നിയമം ജമ്മു കാശ്മീർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ്, വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എല്ലാ ഭാഷയിലും അപേക്ഷിക്കാൻ കഴിയും. ഇനി വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന എന്താണ്? വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ആവശ്യമെങ്കിൽ 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉൾപ്പെട്ടതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ്, താഴെ പറയുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് വായിക്കാം. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവരെ ഗവേഷണം നടത്തുക. ഈ സ്റ്റേറ്റ്മെന്റ് 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഏതൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം നടത്തുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവരെ ഗവേഷണം നടത്തുക. 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരാണ്? സൗമൻ കാന്ത് കേട്ടോ. ജസ്റ്റിസ് സൗമൻ കാന്ത് ആണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സഹകരണ സംഘങ്ങളിലെ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? 97ാമത് ഭരണഘടനാ ഭേദഗതിയിലാണ്. സഹകരണ സംഘങ്ങളിലെ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്നത് 97ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാ? അത് കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഇന്ത്യയിലെ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951-ലാണ് ഇന്ത്യയിൽ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാംനഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. പശ്ചിമഘട്ട മലനിരകളെയും പൂർവ്വഘട്ട മലനിരകളെയും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? നീലഗിരിയാണ്. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം നീലഗിരിയാണ്. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ്? റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ജർമ്മനിയുടെ സഹകരണത്തോടെയാണ്. റൂർക്കേല ഇരുമ്പുരുക്കുശാല നിർമ്മിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ്
പാക് കടലിടുക്ക്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്കാണ്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഭരതനാട്യം തമിഴ്നാടിന്റെ തനത് നൃത്തരൂപമാണ്. മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെത്. രണ്ടാമത്തെ ഓപ്ഷനാണ്, കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷേർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? കുമരകം കേട്ടോ, കുമരകമാണ്. ചേരുംപടി ചേർക്കുക, കലയും കലാകാരനും. ഓക്കെ, ഫസ്റ്റ് എ ഓപ്ഷൻ ആണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് മാച്ച് ചെയ്യുന്നത് ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ജോഡിയാണ് JC ഡാനിയൽ. JC ഡാനിയലുമായി യോജിച്ചതാണ്. മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. മൂന്നാമത്തേതാണ് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയുമായി മാച്ച് ചെയ്തത് ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. തോപ്പിൽ ബാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്? ഖസാക്കിന്റെ ഇതിഹാസം ട്ടോ, ഖസാക്കിന്റെ ഇതിഹാസം. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഖസാക്കിന്റെ ഇതിഹാസമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഹോക്കിയുമായി ബന്ധപ്പെട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനമാണ് ഹോക്കിയാണ്. രണ്ടാമത്തത് പി ടി ഉഷയുമായിട്ട് മാച്ച് ചെയ്യുന്നത് CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. CUK എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. മൂന്നാമത്താണ് മുംബൈ ഇന്ത്യൻസുമായിട്ട് മാച്ച് ചെയ്യുന്നത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. മുംബൈ ഇന്ത്യൻസിനാണ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലഭിച്ചത്. വിശ്വനാഥൻ ആനന്ദുമായി മാച്ച് ചെയ്യുന്നത് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടിയത് കേട്ടോ, വിശ്വനാഥൻ ആനന്ദ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകളാണ്, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഏതാണ്? ഒന്നുകൂടി പറയാം, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണിത്. ഏത് പദ്ധതി അറിയാതെ? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ്? മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ ട്ടോ. ഏതാണ്? ഇവാനാണ്.